നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു നേതാക്കന്മാരായിട്ട്. അവിടെ അധികമാരും സ്പർശിക്കാതെ പോയ എന്നാൽ ഏറ്റവും നിർണായകമായ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നുള്ളത് നമുക്ക് അനുസ്മരിക്കാൻ കഴിയും. നമുക്കറിയാം, ജാതി ചിന്തകൾ കുടികുത്തി വാണ കാലഘട്ടത്തിൽ ക്ഷേത്രപ്രവേശനമെന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണെന്ന് നിശ്ചയിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള പോരാട്ടം അദ്ദേഹം നടത്തിയെന്നുള്ളത് ഏറ്റവും സ്മരണീയമായ കാര്യമാണ്. നമുക്കറിയാം, അദ്ദേഹം സമ്പന്ന കുടുംബത്തിൽപ്പെട്ട് ജനിച്ച ഒരാളായിരുന്നു. സമ്പന്ന കുടുംബത്തിൻ്റെ എല്ലാ പ്രൗഢിയും ഉണ്ടായിട്ടും അതെല്ലാം വലിച്ചെറിഞ്ഞ് സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ആളുകളുടെ മോചനത്തിന് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു വേലായുധ പണിക്കരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം മംഗലത്ത് നടത്തിയിട്ടുള്ള ശിവപ്രതിഷ്ഠയും അതുപോലെ ചെറുവാരണത്ത് ക്ഷേത്രം നിർമ്മിച്ചതുമൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്രതിഷ്ഠ നടത്തുന്നതിന് എത്രയോ കാലം മുമ്പായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് പോരാടിയതിൻ്റെ ധീരരക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നുള്ളത് ഇന്ന് നമുക്ക് അഭിമാനം കൊള്ളാവുന്ന കാര്യമാണ് എന്നുള്ളതിന് സംശയമില്ല. അദ്ദേഹത്തിൻ്റെ 200ാമത് ജന്മദിന പരിപാടികൾ വളരെ വിപുലമായ തോതിൽ ആഘോഷിക്കപ്പെടുന്ന വേളയിൽ ആ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ഓർമ്മിക്കുന്ന ഈ വേളയിൽ നമുക്ക് പുതിയ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് പല രീതിയിലാണ്. നമുക്കറിയാം, മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ അകറ്റി നിർത്തുക, പരസ്പരം തമ്മിലടിപ്പിക്കുക, വിദ്വേഷം ജനിപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ള ജനമനസാക്ഷി ഉണരേണ്ട ഒരു കാലഘട്ടമാണിത്. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം ത്യജിച്ചുകൊണ്ട് ധീരമായ പോരാട്ടം നടത്തി സാമൂഹ്യ നവോത്ഥാനത്തിന് തിരികൊളുത്തിയ പ്രഗത്ഭമതികളായ ആളുകളായ വേലായുധ പണിക്കരുടെ 200ാമത് ജന്മദിന വാർഷികം വിപുലമായി ആഘോഷിക്കുന്ന കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം പാഠമാകേണ്ടതാണ്. സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രതയോടെയുള്ള സമീപനം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ജനങ്ങളിൽ നിലനിൽക്കത്തക്കവണ്ണമുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകൾ നേരുകയാണ്. നമസ്കാരം. ജയ് ഹിന്ദ്.